ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണുവാൻ കർത്താവ് സാവകാശം തന്നതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് അവൻ്റെ നല്ല ഭാവിയെക്കുറിച്ചുള്ള ഓർമ്മകളും നല്ല ഭാവിയെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തയും സ്വപ്നങ്ങളുമാണ് മനുഷ്യ ജീവിതത്തെ നാളെയും ജീവിക്കാനും അടുത്ത നിമിഷവും കൂടെ എനിക്ക് ജീവനോടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവൻ്റെ അകത്ത് കൊടുക്കുന്നത്. ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം, ആ ഒരു നല്ല ചിന്ത മനുഷ്യനെ പലപ്പോഴും ചില പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ പോലും സഹായിക്കും. ബൈബിളിലൊരു വാക്യമുണ്ട്, പുരുഷൻ്റെ ധീരത രോഗത്തെ സഹിക്കുന്നു. അത് സഹിക്കുന്നു എന്ന ചില അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് അതിനകത്തൂടെ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ധീരത, അവന് ഇല്ല എൻ്റെ കാര്യങ്ങളെ എല്ലാം നല്ല നിലയിലേക്ക് അതിൻ്റെ അകത്തൊരു അത്ഭുതം നടക്കുമെന്നുള്ളൊരു ഉറപ്പ് അവനിൽ നന്മയെക്കുറിച്ചുള്ളൊരു നിലനിൽപ്പ് അവൻ്റെ അകത്ത് ഉണ്ടാക്കി തരുന്നതാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രത്യാശ, ഒരു വിശ്വാസം, അവൻ്റെ നാളെയെക്കുറിച്ചുള്ള നല്ല ചിന്ത മനുഷ്യൻ്റെ നിലനിൽപ്പിന് അവനെ സഹായിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. കർത്താവിൻ്റെ വചനത്തിൽ ഈ ആഴ്ചയിൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. തീർച്ചയായിട്ടും തുടർന്നുള്ള സമയം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഈ വചന കേൾവിയിൽ, ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും തുടർന്നുള്ള വചന കേൾവി സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അത് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നോക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രോമിസ്, ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രോമിസ് ഇതാണ്, ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ്, അതാണ് ദൈവം നമുക്ക് തന്നുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം. വേറെ എന്തിനേക്കാൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്സോ മറ്റെന്ത് ബ്ലെസ്സിങ്സ് അതെല്ലാം ദൈവത്തിൻ്റെ ദാനം ദൈവം നൽകും. എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറത്ത് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള, ഏറ്റവും നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന, നമ്മുടെ തകർച്ചയിലെല്ലാം നമ്മൾ വീണു പോകാതെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നമ്മളെ ഉറപ്പിക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന, നമ്മുടെ വീഴ്ചയെ നമ്മളെ താങ്ങുന്ന, നമ്മുടെ ബലഹീനതയിൽ ബലം തരുന്ന ഒരു പ്രോമിസാണ്, ഞാൻ നിൻ്റെ കൂടിരിക്കാം, ഞാൻ നിൻ്റെ കൂടിരിക്കാം, ഞാൻ നിൻ്റെ കൂടിരിക്കാം. ബൈബിളിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോടെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടിരിക്കാം. ഞാൻ അബ്രഹാമിനോട് ഞാൻ നിൻ്റെ കൂടിരിക്കാം, ഇസഹാക്കിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ദൈവം നൽകിയ പ്രോമിസ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശക്തമായതും നമ്മളെ ഏറ്റവും അധികം സ്ട്രെങ്തൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം. ബൈബിളിൽ നമ്മൾ വായിച്ച് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അത് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. ഏഷ്യാപ്രവാചന പുസ്തകത്തിലേക്ക് വളരെ ശക്തമായിട്ടത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൂടിരുന്ന, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ കൂടിരിക്കാം, ഞാൻ നിൻ്റെ കൂടിരിക്കാം, ഞാൻ നിൻ്റെ കൂടിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടിരിക്കാം. യോശുവയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടിരിക്കാം. മോശയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടിരിക്കാം. കർത്താവിൻ്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോമിസാണ് ഞാൻ നിൻ്റെ കൂടിരിക്കാം എന്നുള്ളത്. അപ്പോൾ ആ പ്രോമിസുകളിൽ ആ പ്രോമിസിൽ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം സകല നാളുകൾ നിങ്ങളുടെ കൂടെ ഇരിക്കാം. നമ്മൾ പലപ്പോഴും ലിമിറ്റേഷൻ വയ്ക്കാറുണ്ട് കർത്താവിന് ലിമിറ്റ് വയ്ക്കുക. നമ്മൾ പറയും, കർത്താവ് ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് കർത്താവ് കൂടില്ലായിരുന്നു, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവിനെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നോ, കർത്താവ് പറഞ്ഞു, അവനിൽ വിശ്വസിച്ച്, കർത്താവായ യേശുവിനെ വിശ്വസിച്ച ഒരാളെ വിട്ട് മാറിയിരിക്കാൻ യേശു താല്പര്യപ്പെടുന്നില്ല.
യേശു പറയുന്നൊരു കാര്യം, ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം സകല നാളുകളും നിങ്ങളുടെ കൂടിരിക്കാം. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടിരിക്കാം ലോകത്തിൻ്റെ അവസാനത്തോളം സകല നാളുകളും. ലോകത്തിൻ്റെ അവസാനത്തോളമുള്ള സകല നാളുകളും, അവസാനം എന്ന് വരും അതുവരെ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളുകളും ഞാൻ നിങ്ങളുടെ കൂടിരിക്കാം. ലോകത്തിൻ്റെ അന്ത്യത്തോളം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലോകാവസാനത്തോളം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിങ്ങളുടെ കൂടിരിക്കാമെന്നതായ ശക്തമേറിയ വാഗ്ദത്തം ആ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്, നിങ്ങൾ രോഗികളായിട്ട് ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രോഗികളാണെന്ന്, നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ പരിശോധിച്ചതായ ആ മെഷീൻ, ആ യന്ത്രം പറഞ്ഞു യു ആർ സിക്ക്, നിങ്ങൾ രോഗികളാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ബ്ലഡിൻ്റെ ആ ടെസ്റ്റ് ചെയ്ത അതിൻ്റെ കൗണ്ടുകൾ മോണിറ്റർ ചെയ്തതായ ആ മെഷീൻ പറഞ്ഞു യു ആർ സിക്ക്, നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ രക്തത്തിൽ അല്ലെങ്കിൽ എന്തോ സംതിങ് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾ രോഗികളാണെന്ന്, നിങ്ങൾ ഭാരത്തിലാണെന്നുള്ളത് മനുഷ്യർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, ഇല്ലെങ്കിൽ സാധ്യതകൾ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനത പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ തന്നെ തോന്നുക, ശരിയാ എനിക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ ആകെ വീക്കായിട്ട്, എനിക്ക് ആകെ ടയർഡായിട്ട് തോന്നുക. നമ്മൾ ആ തോന്നലുകളിൽ നമ്മൾ ആശ്രയിച്ചിട്ട് നമ്മൾ പറയും, നമ്മൾ തന്നെ കൺക്ലൂഷനിലെത്തും, എനിക്ക് സുഖമില്ല, ഞാനൊരു രോഗിയാണ്. എന്നാൽ പ്രിയപ്പെട്ടൊരു കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ഒരു പ്രോമിസ്, ഞാൻ നിൻ്റെ കൂടിരിക്കാം. അത് നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളുടെ ഏത് അവസ്ഥയിലും, നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, നിങ്ങളുടെ തകർച്ചയുടെ മധ്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശക്തമായ ഒരു സത്യമുണ്ട്, യേശു ക്രിസ്തു നിങ്ങളുടെ കൂടുണ്ട്. നിങ്ങളുടെ രോഗികളായിരിക്കാം, പക്ഷേ നിങ്ങളത് കേട്ടതേ ഉള്ളൂ, നിങ്ങൾ ഹല്ലേലൂയ. എന്നാൽ ആ കേൾവിയുടെ അപ്പുറത്ത് ഒന്ന് നിങ്ങൾ കേൾക്കാനുണ്ട്. നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യം വന്നു എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. നമ്മുടെ സകല രോഗങ്ങളും അവൻ ചുമന്നെന്നും വഹിച്ചെന്നും തീർത്തെന്നുമുള്ളത് കർത്താവിൻ്റെ പ്രോമിസാണ്. മിസ്രൈമിനുണ്ടായ ഒരു ബാധയും നിങ്ങൾക്ക് വരുത്തത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ വാഗ്ദത്തം മറന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനൊരു പ്രോമിസ് ചെയ്തു കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കിയിരിക്കും, ഒരു സംശയമില്ല അതിന്. നിങ്ങളെ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയം അതിനില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ പറയുന്നത് ഈ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നിങ്ങൾ കാര്യങ്ങളെ, വസ്തുക്കളെ കാണുന്നില്ല, കണ്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾ കേട്ടു, നിങ്ങൾ ചിലതെല്ലാം കേട്ടു, നിങ്ങൾ ചില കാര്യങ്ങൾ കേട്ടു, ചില വസ്തുതകൾ കേട്ടു, അവിടുന്ന് ഇവിടുന്നൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടു. നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്ന കാര്യം കേട്ടു, നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടു. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്. നിങ്ങൾ കണ്ടില്ല, പക്ഷേ ഞാനത് പ്രാപിച്ചെടുക്കും എന്നുള്ളതായ ഉറപ്പ്. ആ ഒരു ഉറപ്പ് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ, ഈ അധ്യായത്തിൽ തന്നെ, അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്ന, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇവിടെ വചനത്തിൽ പറയുന്നത്, എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇസ്ഹാക്കിനെ അബ്രഹാം യാഗം അർപ്പിച്ചു. നമ്മൾ പഴയ നിയമ സംഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, അവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി, പക്ഷേ അവനെ മുറിപ്പെടുത്തിയില്ല. പക്ഷെ ഇവിടെ വചനം പറയുന്നു, അവൻ യാഗം അർപ്പിച്ചു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവം എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമുക്കത് കൊടുക്കാൻ സാധിക്കണേ, നമുക്കൊരു വിശ്വാസം വേണം. എന്ത് വിശ്വാസം എന്ന് വെച്ചാൽ, നമ്മൾ കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതം എനിക്ക് താ. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം.
വിശ്വാസം നമുക്കുള്ള ഉറപ്പെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ എൻ്റെ കർത്താവ് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ മെച്ചമായത് തരാനായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാ. എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവിലേക്ക് കൊടുക്കുക. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ജീവിതമാണ്, പക്ഷേ എൻ്റെ കർത്താവിലേക്ക് കൊടുത്താൽ അവൻ്റെ ജീവൻ്റെ ഓർഡർ, അവൻ്റെ ജീവൻ്റെ ബ്ലെസ്സിങ്, അവൻ്റെ ജീവനിലുള്ള ആ അനുഗ്രഹം, അവൻ്റെ ജീവനിലുള്ളതായ ആ ബ്ലെസ്സിങ്, ആ നന്മകൾ അതുപോലെ അത് കർത്താവ് എനിക്ക് തരുമെന്നുള്ള ഉറപ്പാകും. ആ ഉറപ്പുള്ള വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ജീവിതം കർത്താവിനോട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ ബിസിനസ് ആകെ തകർന്നു കിടക്കുക, ആകെ ഒരു രക്ഷയില്ല, മുമ്പോട്ട് പോകാൻ വയ്യ, എല്ലായിടത്തും ഒരു തരത്തിലും ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, ഇനി ഇതൊരു പ്രശ്നമായിട്ട് തീരത്തുള്ളൂ, ഒളിച്ചോടി പോവുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അതേ മാർഗമുള്ളൂ, അതേ നിർവാഹമുള്ളൂ എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കാം. എന്നാൽ നിങ്ങൾ പറയും, കർത്താവ് ഞാൻ എൻ്റെ ബിസിനസ് നിൻ്റെ കയ്യിലേക്ക് വിട്ടുതരിക, നീ എന്നെ മാനിക്കണം. ഹല്ലേലൂയ. കർത്താവ് ജ്ഞാനിയായ കർത്താവ്, എല്ലാം അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും എന്ന വചനത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുകയും കർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും, അവൻ കൃതാർത്ഥനായിരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ കർത്താവിൽ നൽകണമെങ്കിൽ, കർത്താവിന് നമ്മുടെ നന്മകളെ കൊടുക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വിശ്വാസം വേണം. വിശ്വാസം എന്താണ്? കാണാത്ത കാര്യങ്ങളോ നിശ്ചയമാണ്. എന്താണ്? ഇപ്പോൾ ഞാൻ കാണുന്ന കാര്യമെല്ലാം ഓർഡർ തെറ്റിക്കിടക്കുക, ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, ഞാൻ കാണുന്ന കാര്യമെല്ലാം തകർന്നുകൊണ്ടിരിക്കുക, ഞാൻ കാണുന്ന കാര്യത്തിലെല്ലാം എനിക്ക് പരാജയത്തിന് മേൽ പരാജയം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു നല്ല ഉറപ്പുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഇത് കൊടുത്താൽ, അഞ്ചപ്പം ബാലൻ്റെ കയ്യിലിരുന്ന അഞ്ചപ്പം അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അത് ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറി. ഹല്ലേലൂയ. യായിറോസിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം, യായിറോസ് കർത്താവ് നീ വന്ന് തൊടണമെന്ന് കർത്താവിൻ്റെ കയ്യിൽ അവൻ്റെ വിഷയത്തെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്തു. കർത്താവിന് നമ്മൾ വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ ഒരു നിശ്ചയം ഒരുവനുണ്ടെങ്കിൽ അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തനിക്കുള്ളത് കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ധൈര്യം, അതിൻ്റെ പുറകിലെ ഉറപ്പ് എന്നാണ്, ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്താൽ കർത്താവ് ഇതിനെ അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരളവ് മടക്കി തരാനായിട്ട് എൻ്റെ കർത്താവ് മതിയായവനാണെന്നുള്ള ഉറപ്പ്. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ജീവിതം, തകർന്നു കിടക്കുന്ന എൻ്റെ ബിസിനസ്, തകർന്നു കിടക്കുന്ന എൻ്റെ കുടുംബജീവിതം, തകർന്നു കിടക്കുന്ന എൻ്റെ വിദ്യാഭ്യാസം, തകർന്നു കിടക്കുന്ന എൻ്റെ സാമ്പത്തിക മേഖല, കർത്താവ് ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരിക, നിനക്ക് അതിനെ ശക്തീകരിക്കാൻ കഴിയും. അപ്പോൾ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തന്നിലുള്ളത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് അവൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് അവന് കാണാത്ത കാര്യത്തിൽ ഒരു നിശ്ചയമാണ്. കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് എന്നെ മാനിച്ചിരിക്കും, ഞാൻ നശിച്ചു പോകാനായിട്ട് കർത്താവ് സമ്മതിക്കത്തില്ല, കർത്താവ് മാനിച്ചിരിക്കും. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രമെങ്കിലും അറ്റമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ പറഞ്ഞു. അവൾ കണ്ടില്ല, പക്ഷെ കാണുന്നതിന് മുമ്പ് തന്നെ അവൾ പറഞ്ഞു. ഹല്ലേലൂയ. അവളുടെ അകത്തോട് വിശ്വാസം ഉണ്ടായിരുന്നു. അവൾ അത് വിളിച്ചു പറഞ്ഞു, ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവ് പറഞ്ഞു, നീ തൊട്ടതുകൊണ്ടല്ല, നീ പറഞ്ഞതുകൊണ്ടല്ല, നീ കേട്ട ഒന്നുമല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവളുടെ അകത്ത് വിശ്വാസം, കാണാത്ത കാര്യങ്ങളിൽ സംഭവിച്ചിട്ടില്ല, പക്ഷേ അവൾ വിശ്വസിക്കുക, ഞാൻ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ കാണാത്ത കാര്യങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെല്ലാം നിങ്ങൾ ഹല്ലേലൂയ എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായിട്ട് ഇനി എനിക്ക് എഴുന്നേൽക്കാൻ സാധ്യമല്ല എന്ന് നിരാശയുടെ പടുകുഴിയിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയ്ക്കൊരു വകയുണ്ട്. നിങ്ങൾക്ക് ഹല്ലേലൂയ മുന്നേറാൻ ഒരു വഴിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു മാർഗമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് ഇന്നും മാറാത്തൊരു നല്ല സ്നേഹിതനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു വൈദ്യനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ ആ അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾ, ഹല്ലേലൂയ, നിങ്ങളുടെ പരിശ്രമങ്ങൾ തീർന്നിട്ടില്ല. ആമേൻ. നിങ്ങളുടെ അവസ്ഥകൾ ഹല്ലേലൂയ ആമേൻ എന്നേക്കുമായി അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. ഇനിയും സാധ്യതയുണ്ട്. വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്കായിട്ടുണ്ട്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ വിശ്വാസം എന്ന് പറയുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ഇനി ഒരു രക്ഷയുമില്ല നിങ്ങൾ ചിന്തിക്കരുത്. ഇല്ല, ഇനിയും സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഉയർത്തുവാൻ കഴിവുള്ള, നിങ്ങളെ മാനിക്കുവാൻ കഴിവുള്ള, നിങ്ങളെ നിലനിർത്തുവാൻ കഴിവുള്ള, നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ കാണാത്ത കാര്യങ്ങളിൽ ഒരു നിശ്ചയം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ആ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊടുന്നതിന് മുമ്പ് തന്നെ, സൗഖ്യമാകുന്നതിന് മുമ്പ് തന്നെ അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ സൗഖ്യമാകും. അവൾ കണ്ടില്ല, പക്ഷെ അവൾ വിളിച്ചു പറഞ്ഞു, സൗഖ്യമാകും. യായിറോസിന്റെ കുഞ്ഞ് രോഗിയായിരുന്നപ്പോൾ യായിറോസ് യേശുവിനോട് പറഞ്ഞ കാര്യം, നീ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കൈവച്ചാൽ അവൾ സൗഖ്യം പ്രാപിക്കും. അവൻ അത് വിശ്വസിച്ചു. കാണാത്ത കാര്യങ്ങളെ അവൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അബ്രഹാം ഇസഹാക്ക് ചോദിച്ചു, അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകെല്ലാം ഉണ്ടല്ലോ, യാഗത്തിലുള്ള മൃഗം എവിടെ? അബ്രഹാം പറയുന്നത്, യഹോവ കരുതിക്കൊള്ളും, യഹോവ നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നാളെയെക്കുറിച്ച് വചനം എങ്ങനെ, നിങ്ങൾ നാളെക്കുറിച്ച് എന്തിനാ വിചാരപ്പെടുന്നത്? കുരുകിലിനെ നോക്ക്, താമരയെ നോക്ക്, വയലിനെ, പുല്ലിനെ നോക്ക്. ഇതെല്ലാം ഭംഗിയായി ചമയിച്ചവൻ നിങ്ങളെ ഹല്ലേലൂയ ചമയിക്കാതിരിക്കുമോ? നിങ്ങളെ നടത്താതിരിക്കുമോ? നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുമോ? നിങ്ങളെ വഴി നടത്താതിരിക്കുമോ? ഇവിടെ വചനത്തിൽ പറയുന്ന നിങ്ങൾ കാണാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അത് നെഗറ്റീവായിട്ടുള്ള നിശ്ചയമല്ല. നിങ്ങളുടെ അകത്തൊരു ഉറപ്പാണ്, ഞാൻ മാനിക്കപ്പെടുമെന്നുള്ള ധൈര്യമാണ്, ഞാൻ ഉയർച്ച പ്രാപിക്കുമെന്നുള്ള ഉറപ്പാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഈ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ ഒന്നും കാണുന്നത് മുഴുവൻ നെഗറ്റീവാണ്. ഒരു പോസിറ്റീവ് നിങ്ങളുടെ മുമ്പിൽ കാണാനില്ലെങ്കിലും ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. കാണാത്ത കാര്യങ്ങളിൽ ഒരു നിശ്ചയം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്നേഹിതൻ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ നടക്കുന്ന പോലെ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. ഒരു അപ്പൻ ഒരു മകനെ കൈപിടിച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് യേശുവിനെ ലിറ്ററലി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവ് വാക്ക് പറഞ്ഞതാ, ഞാൻ നിന്റെ കൂടിരിക്കാമെന്ന്. വാക്ക് പറഞ്ഞതാ, യേശു കൂടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്, നിങ്ങളുടെ സമീപമുണ്ട്. അത് ഹല്ലേലൂയ, അത് കാണാത്ത കാര്യമാണ്, പക്ഷേ അത് നിശ്ചയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ ഒപ്പം ഇരിപ്പുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ അരികിൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആ അരികിൽ നിൽക്കുന്നവനായ കർത്താവ് നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാനായിട്ട് അവൻ പദ്ധതി ഇട്ടിട്ടില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് അവൻ്റെ പദ്ധതി. അതുകൊണ്ട് ഹല്ലേലൂയ, വചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ കാണാത്ത കാര്യങ്ങളിലുള്ളൊരു നിശ്ചയം. അബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിനെ കർത്താവിന് യാഗമർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് കുഴഞ്ഞു മറിഞ്ഞൊരു പ്രശ്നമാണെന്നുള്ള മീനിങ്ങിലല്ല ഞാൻ പറയുന്നത്. ഇസഹാക്കിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് തരാനായിട്ട് ഈ കർത്താവ് ആവശ്യപ്പെട്ടത്. അബ്രഹാം ഒരു തടസ്സവും പറഞ്ഞില്ല, ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല, അവൻ ഏകജാതന, എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് അബ്രഹാം പറഞ്ഞില്ല. വിശ്വാസത്തോടെ തൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് അതികാലത്ത് തന്നെ എഴുന്നേറ്റ് കർത്താവ് കൽപ്പിച്ച മലയിലേക്ക് അവൻ യാത്ര പുറപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്തൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്കുള്ളതിനെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഒന്ന് സങ്കല്പിക്കുക, എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നിരിക്കട്ടെ. ആ മൊബൈൽ ഫോൺ ഞാൻ ഒരു ആൾക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തു. ഞാൻ നിങ്ങളുടെ ഒരാൾക്ക് ആ ഫോൺ അങ്ങ് തന്നു. ഞാൻ ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നു. ആ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്ന ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ, ഇല്ലെങ്കിൽ പണത്തിനോ എങ്ങനെയോ ഞാൻ നിങ്ങൾക്കത് തന്നു. ഒരു സമയം വരെ അത് എൻ്റേതായിരുന്നു. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരുന്നത് വരെ അത് എൻ്റേതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നവരെ അത് എൻ്റേതായിരുന്നു. നിങ്ങൾക്ക് ഞാൻ സൗജന്യമായിട്ട് തന്നു എന്ന് പറയുന്നത് വരെ അത് എൻ്റേതായിരുന്നു. ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു, ഞാനത് യൂസ് ചെയ്തു, ഞാനത് എൻ്റേതെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടു നടന്നു, അതിനെ സൂക്ഷിച്ചു, അതിനെ ഉപയോഗിച്ചു, ഒക്കെ ചെയ്തു. എന്നാൽ ഞാനത് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞ് അതിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു കംപ്ലൈൻറ്റ്,
അല്ലെങ്കിൽ അതിൻ്റെ കീബോർഡിലൊരു കംപ്ലൈൻറ്റ്, എന്തോ സംതിങ് ആ ഫോണിലൊരു കംപ്ലൈൻറ്റ് ഉണ്ടായി. ആ ഫോണിൽ വരുന്നതായ അപാകതകൾ, ആ ഫോണിന് പിന്നെ വരുന്ന കേടുപാടുകൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്രോബ്ലം അല്ലത്. കാരണം എൻ്റെ ആയിരുന്നതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക്, ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എനിക്ക് പണം തന്നൊരാൾക്ക് ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്നെ സംബന്ധിച്ച് ആ ഫോണിൽ വരുന്നതായ കേടുപാടുകളോ ഫോണിൽ വരുന്ന പ്രശ്നങ്ങളോ എന്നെ പേഴ്സണലായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാനത് കൈമാറിക്കഴിഞ്ഞു. അതിപ്പോൾ എൻ്റേതല്ല, അതിപ്പോൾ എൻ്റേതായിട്ട് ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാനത് കൈമാറി. ഇനി അതിൻ്റെ കേടുപാടുകളോ അതിൻ്റെ പ്രശ്നങ്ങളോ എന്നെ സംബന്ധിച്ച് എൻ്റെതായ വ്യക്തിപരമായ എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യമല്ലത്. ഞാൻ ഫ്രീ ആണ്. കാരണം ഞാനത് കൊടുത്തു കഴിഞ്ഞു, ഞാനത് വേറെ ആൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്താകുലനല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ബിസിനസ്സോ, നിങ്ങളുടെ ജീവിതമോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോ, നിങ്ങളുടെ രോഗമോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കർത്താവിലേക്ക്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങളെ പുലർത്തും. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകുക. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് വലുതോ ചെറുതോ, അത് പുറമേ പറയാവുന്നതോ പറയാൻ സാധിക്കാത്തതോ, അതൊരു പക്ഷേ നാട്ടുകാരെല്ലാം അറിഞ്ഞതോ ഇല്ലെങ്കിൽ ആരും അറിയാത്തതോ, ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതോ, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അടച്ച അധ്യായമായിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും ശരി, നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, യേശുവിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, കർത്താവിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് കർത്താവ് മതിയായവനാ. മാത്രമല്ല പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ, കർത്താവിന് കൊടുത്ത പ്രശ്നത്തെ കർത്താവ് ഹാൻഡിൽ ചെയ്തോളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് വറിയിടാകേണ്ട കാര്യമില്ല. കർത്താവ് നോക്കിക്കോളൂ. കർത്താവ് ആ കാര്യങ്ങളെ അതിനെ ഭംഗിയായിട്ട് കർത്താവ് അതിനെ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനാകേണ്ട, ഭാരപ്പെടേണ്ട കാര്യമില്ല. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഞാൻ കാണുന്നില്ല. ഞാനിതൊരു കാണാൻ പറ്റിയില്ല. ഞാൻ പ്രാപിച്ച വാഗ്ദത്തം എൻ്റെ തലമുറയെക്കുറിച്ച്, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച്, എൻ്റെ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ കേട്ടു, വാഗ്ദത്തങ്ങളെ കേട്ടു. പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ല. എനിക്കിതുവരെ ഞാനത് കണ്ടിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ പറയുന്ന വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയമാണ്. ഇന്ന് ഹല്ലേലൂയ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നിങ്ങൾ പ്രോമിസ് കേട്ടതാണ്, നിങ്ങൾ സൗഖ്യമാകുമെന്ന്. ഇതുവരെ സൗഖ്യം പ്രാപിച്ചു, വർഷങ്ങളായിട്ട് കിടപ്പി കിടക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരും, സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ കർത്താവ് സൗഖ്യമാക്കിയിരിക്കും. ആ കർത്താവ് നിങ്ങളുടെ കിടക്കയുടെ അരികിലുണ്ട്, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവ്, ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടുണ്ട്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടുണ്ടെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകാനായിട്ട് അവൻ സമ്മതിക്കത്തില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവെ, ഈ വചനം കേൾക്കുന്ന, ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, അവർ കേട്ട വാഗ്ദത്തങ്ങൾ അതിൽ ഉറപ്പ് പ്രാപിക്കാൻ കഴിയാതെ, അതിലൊരു നിശ്ചയമില്ലാതെ അവർ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഈ പ്രോഗ്രാം കാണുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കിടക്കയിലായിരിക്കുന്നു ചില ജീവിതങ്ങളുടെ മേൽ കർത്താവെ, ഞങ്ങൾ ഈ വചനം ഹല്ലേലൂയ പറയുന്ന ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, യായിറൂസിന്റെ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ച ആ ദൈവശക്തി, ലാസറിന്റെ ശരീരത്തിന് മേൽ വ്യാപരിച്ച ദൈവശക്തി, ആമേൻ ഹല്ലേലൂയ, നയീനിലെ വിധവയായ സ്ത്രീയുടെ മകന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിന്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികളെ തൊട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കിടക്കകൾ മാറ്റിവിരിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, അവരുടെ ഭാരങ്ങൾ മാറട്ടെ, അത്ഭുത വിടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരാശകൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ആ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ജീവനുള്ള കർത്താവ്, യേശു ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് തങ്ങളുടെ ജീവൻ വെളിപ്പെടുന്നതിനായിട്ട് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ സാക്ഷ്യങ്ങളെ, കർത്താവ് ചെയ്ത പ്രവൃത്തികളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഒപ്പം പ്രാർത്ഥിക്കുക. ഞങ്ങൾ സഭയായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ താല്പര്യത്തോടെ ആയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതേസമയം ഇതേ പ്രോഗ്രാമിൽ നിങ്ങൾ കാണുന്നവരെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ചെറുകിൻ്റെ മറവിൽ മറയ്ക്കട്ടെ. ആമേൻ, ആമേൻ.